ഇന്ന് ഇറങ്ങാൻ ലേറ്റായി പോയി. സമയം ഏകദേശം 6 മണിയായി വൈകുന്നേരം. 4:30 മണിക്ക് ഇറങ്ങണം കരുതി. പക്ഷെ ഇറങ്ങുമ്പോൾ ചില തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 5:30 മണി. ഇപ്പോൾ 6 മണിയായി ഏകദേശം. ടൈം ലേറ്റ് ആകുന്നതല്ല വിഷയം. ഞാൻ ഫ്രണ്ട് ലൈറ്റും എടുത്തിട്ടില്ല, ബാക്ക് ലൈറ്റും എടുത്തിട്ടില്ല. മറ്റേ എന്താ അതിൻ്റെ പേര്, അതും മറന്ന് ആ മേലിലേക്ക് ഇടുന്ന അതും എടുത്തിട്ടില്ല. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞാൽ മറ്റു വണ്ടിയൊക്കെ എന്നെ കാണാൻ പറ്റില്ല. ഞാൻ ഇട്ട് ജേഴ്സിയും ഒരു ഡാർക്ക് ജേഴ്സിയാണ്. ആകെ പണിപാളി. ആ സ്ഥലം എന്താടോ? ഹൈവേയിലൊക്കെ പിടിച്ചാൽ അടുത്തെത്തായിരുന്നു. പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് സ്കൂള്, ഓഫീസ്, കോളേജൊക്കെ കഴിയുന്നതുകൊണ്ട് നല്ല റഷ്. അങ്ങനെ ഉള്ളു റോഡിൽ പിടിച്ച് കുറേ ദിവസമായി ഈവനിങ് ചവിട്ടിയിട്ട്. ഇപ്പോൾ മോർണിംഗ് മാത്രമേ ചവിട്ടലുള്ളൂ. പക്ഷേ ലൈറ്റൊക്കെ വണ്ടി പിന്നെ കഴുകും പൂരി വെച്ചാണ്. എടുക്കാൻ വിട്ടുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ലൈറ്റ് പോകുന്നതിനേക്കാളും എങ്ങനെയെങ്കിലും തിരിച്ച് റൂമിലെത്താന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. മാത്രമല്ല ഹൈ സ്പീഡ് ചവിട്ടി പിടിക്കാൻ പറ്റില്ല. ചവിട്ടി അങ്ങ് പിടിച്ച് എത്തൊക്കെ ചെയ്യും, പക്ഷേ മുട്ട് നല്ല പണി തരും. അതുകൊണ്ട് ഒരു ആവറേജ് സ്പീഡിൽ അങ്ങനെ ചവിട്ടി പോവാണ്. മുമ്പ് കൊറോണ സമയത്ത് ഞങ്ങൾ സ്ഥിരം റൂട്ടായിരുന്നത്. അധികം വണ്ടിയും ഉണ്ടാവില്ല. ഈ ഭാഗത്ത് പോലീസ് അങ്ങനെ തടയലും ഉണ്ടായിരുന്നില്ല. ആ ഒരു പെർമിഷൻ കിട്ടിയ ടൈമിൽ കേട്ടോ, അവസാന സമയത്ത് നല്ല അടിപൊളി വൈബായിരുന്നു ഈ റോഡിൽ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ ഓരോ വഴികളുണ്ട്. ഓരോ ദിവസം ഓരോ റൂട്ടങ്ങ് പിടിക്കും. അതിനൊക്കെ ശേഷം എനിക്ക് തോന്നുന്നത്, അന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് തോന്നുന്നത് ഈ റോഡിൽ ഞാൻ സൈക്കിളും കൊണ്ടുവരുന്നത്. നല്ല ഇരുട്ടാകുന്നുണ്ട്. മഴയും കൂടെ പെയ്ത കണക്കായി. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ പ്രസിദ്ധമായ മധുറമ്പലത്തും, റൈറ്റിലേക്ക് പോയാൽ കാസർഗോഡ് ടൗണിലേക്ക് എത്തും. സമയം 6:10. ഇനി കറക്റ്റ് റൂമിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നിർത്തിയിട്ട് മാപ്പ് എടുത്ത് നോക്കാൻ മൊബൈലിൽ നെറ്റുമില്ല. നെറ്റ് റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെ പോകുന്നതന്നെ. ഏതായാലും കുറയൊന്നുമില്ല, മാക്സിമം ഒരു അരമണിക്കൂറിലെത്തും. എത്തണം. വണ്ടി വരാമെന്ന് മതി. നല്ല അടിപൊളി ഇറക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കയറ്റം, ഒരു ലോറി മുക്കി വരുന്നുണ്ട് ബാക്കിൽ. എന്നെ കണ്ടിനച്ചാ ലോറി ഒന്നും കയറുന്നില്ല. കയറട്ടെ. കാസർഗോഡ് ടൗണിലേക്ക് ടച്ച് ആവാനായി. അപ്പോൾ നല്ല റോഡ് നല്ല റഷുമായി പോകും. പണി നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡിൻ്റെ അവസ്ഥയൊക്കെ കണക്ക് തന്നെ. ഞാൻ ഈ സൈഡിലൊക്കെ എടുക്കടിച്ച ഫുൾ ചളിപുളിയാണ്. ആ താറ് ചെയ്ത് നോക്കിയ KL 33 ഘനമായ റോഡും പെട്ടെന്നങ്ങ് നിറയും. തിരുവനന്തപുരം പോകുന്ന KSRTCയുടെ AC ബസ്. റെയിൽവേ ട്രാക്കാണ് ആ മുകളിൽ കാണുന്നുള്ള. അണ്ടർ പാസിൽ കൂടി ഞങ്ങൾ പോകണം. പക്ഷെ ട്രെയിൻ വന്നാൽ നല്ല രസം കേട്ടോ. വണ്ടിയിൽ ഭയങ്കര സൗണ്ടാണ്.
ഹലോ, നല്ല എക്കോ ഉണ്ടാവും അവിടെ. ഫൈനലി റൂമെത്താനായി. സമയം